നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്നും വരണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ തർക്കം നടക്കുകയാണ്. ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ ആവശ്യം. കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്നതായിരിക്കുമെന്നും ഒപ്പം വരും തലമുറയ്ക്ക് നിർഭയമായി പ്രവർത്തിക്കുവാനും ഇത് പ്രയോജനപ്പെടുമെന്നുമാണ് പ്രതീക്ഷ. ജനപ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രമേ കൂടുതൽ പ്രതികരിക്കാൻ കഴിയൂ എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയാണ്. നേരത്തെ ഇതേ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച നടനും MLA-യുമായ M. മുകേഷും രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്നാണ് മുകേഷ് അഭിപ്രായപ്പെട്ടത്. ഹേമ കമ്മിറ്റിയോട് താൻ 4 മണിക്കൂർ സമയം സംസാരിച്ചുവെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞെന്ന് അറിയില്ല എന്നും മുകേഷ് പറയുന്നു. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു. അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. നടി രഞ്ജിനി ഹർജിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാത്തത്. തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ചതിന് ശേഷം തുടർ നടപടി തീരുമാനിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമ പ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്കാണ് ഈ അറിയിപ്പ് ലഭിച്ചത്. നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയ കോടതി ഉത്തരവനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ 19-ാം തീയതി വരെ സർക്കാരിന് സമയം നൽകിയിട്ടുണ്ട്. അതിനാൽ അല്പം കൂടി കാത്തിരിക്കാമല്ലോ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി 233 പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. 49-ാം പേജിലെ ചില വിവരങ്ങളും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കും. അനുബന്ധവും പുറത്തുവിടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന നിലപാടിൽ നടി രഞ്ജിനി ഉറച്ചു നിൽക്കുകയാണ്. താൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് സർക്കാരിനോടല്ല ആവശ്യപ്പെട്ടത്, കോടതിയെ മാത്രമാണ് സമീപിച്ചത്. അതിന് തനിക്ക് നിയമപരമായ അവകാശമുണ്ട്. എന്റെ വാദം കൂടി കേട്ട ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുന്നത് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണ്. അതിലൊരു തെറ്റുമില്ല എന്നും അവർ പറയുന്നു. WCC ആണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം. കേരളത്തിലാണ് ഇത് രാജ്യത്ത് ആദ്യമായി ഒരു കമ്മീഷനെ വെച്ചത്. അതിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും താൻ അഭിനന്ദിക്കുന്നു. എന്നാൽ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി തങ്ങളുടെ കയ്യിലില്ല. WCCയും വനിതാ കമ്മീഷനും ഇതിന്റെ കോപ്പി ചോദിക്കുമെന്നും കരുതി. എന്നാൽ ആരും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. അത് അറിഞ്ഞപ്പോഴാണ് താൻ കോടതിയെ സമീപിച്ചത് എന്നും അവർ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് തരുമെന്നാണ് കരുതിയത്. താൻ WCCയുടെ ഭാഗമാണ്. താൻ ഒറ്റയ്ക്കല്ല, WCC ആണ് ഇക്കാര്യം ചോദിക്കേണ്ടത്. എന്നാൽ അതുണ്ടായില്ല. വനിതാ കമ്മീഷനും WCCയും ഇത് പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് തങ്ങൾക്ക് ആദ്യം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. റിപ്പോർട്ട് ലഭിക്കുക എന്ന കാര്യം തന്റെ മൗലിക അവകാശമാണ്. താൻ ഇതിൽ നേരിട്ട് കക്ഷിയാണെന്നും തനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെന്നും അവർ പറയുകയാണ്.